ഒരിക്കലും നാമജപിച്ചുണ്ടാക്കുക. അതുപോലെ പോകാൻ പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ സ്വാമിയെ ശരണം വിളി പറയാം. ഇപ്പോൾ പമ്പ ചെന്നാലും ഇല്ല, എന്നാലും ആ ശരണം വിളി ഒരുമിച്ചുള്ള നിങ്ങളൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടാവും ശബരിമല. അവിടെ നമ്മൾ എന്താ പറയുക, കരിമല കഴിഞ്ഞാൽ ചെറുതായിട്ട് കേട്ട് തുടങ്ങും. അടുത്തെത്തുന്തോറും ഈ വിളി അങ്ങ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഇത്തരം ഇവിടെയൊക്കെ തന്നെ പൂജകളിലൂടെ മാത്രമല്ല ചൈതന്യം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ചൈതന്യം ബൃഹത്തായി മാറുന്നത് ഈ നാമജപത്തിലൂടെ ആണ്. അതിവിടെ വളരെയധികം ഭംഗിയായിട്ട് നടത്തപ്പെടുന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ആളാണ്. നമ്മുടെ ഭൗതികമായ സന്തോഷത്തിന് പുറമെ ആധ്യാത്മികമായ അല്ലെങ്കിൽ ആത്മീയമായ ഉന്നതിയിലൂടെ ഉതകാനായിട്ട് ക്ഷേത്രങ്ങൾ നിലനിന്നില്ലെങ്കിൽ നമ്മൾ 1980 മുമ്പെയുള്ള അവസ്ഥകളിലേക്ക് ഈ ക്ഷേത്രങ്ങൾ പോകും. ശരിക്കും പറയാൻ പൂട്ടിപ്പോവേണ്ട അവസ്ഥ ക്ഷേത്രങ്ങൾക്ക് ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ആധ്യാത്മികമായിട്ട് വളരുന്നില്ല, ഭൗതികമായിട്ട് വളരുന്നത്. അല്ലെങ്കിൽ ചിട്ടി കിട്ടാനാണ് അമ്പലത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം നടത്താനാണ് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ മോന് ജോലി കിട്ടാനാണ് പോകുന്നത്. അത് ഉള്ളിലിരിക്കുന്ന ഒരാളല്ല, അദ്ദേഹത്തിന് ഭൗതികമായിട്ടൊരു ബന്ധമില്ല. അവസ്ഥ നിങ്ങളൊക്കെ ഈ നാരായണയോ മറ്റ് ക്ലാസ്സുകളും വേദാത്തിൻ്റെ ക്ലാസ്സുകളും ഒക്കെ ഇവിടെ നടത്തുമ്പോൾ പഠിക്കുന്നവരാണ്. എളുപ്പം മനസ്സിലാവും. ആത്മാവ് ഭൗതികം ആത്മീയം എന്നൊക്കെ പറഞ്ഞ് എളുപ്പം മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. ഉള്ളിലിരിക്കുന്ന ആൾക്ക് ഭൗതികമായ സംഗതികളിലൊന്നും വലിയ സംഗതി അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അദ്ദേഹത്തിന് എവിടെ നിന്നാണോ പരമ്പരയിൽ നിന്നാണല്ലോ വന്നത്, അപ്പോൾ അതിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ത്വര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചെറിയ രോഗം വരുമ്പോൾ തട്ടിക്കൊണ്ട് ഇത് ചാടാൻ വേണ്ടിയിരിക്കുന്നതാണ്. മറ്റ് 4 പ്രാണത്തിൽ ചാടാൻ നിൽക്കുമ്പോൾ ഒരു പ്രാണം മനുഷ്യനിരിക്കുമ്പോഴാണ് നിൽക്കുന്നത്. അറിയാമല്ലോ, 4 പ്രാണം പുറത്തു പോകാനാണ് ത്വര കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സമയത്തും. ഒരു പ്രാണം വലിക്കും ധനഞ്ജയനുള്ള ആ പ്രാണം ഉള്ളിലേക്ക് വലിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ പ്രാണം നിലനിൽക്കുന്നത്. പുറത്തു പോയ ശ്വാസത്തിനെ വീണ്ടും എടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ ഭൗതികമായ കാര്യങ്ങൾ ഉൾക്കൊണ്ട് അതിലൂടെ ജീവിക്കുന്നതിലൂടെ തന്നെ ആത്മീയമായ ഉന്നതി നമുക്ക് എത്താൻ സാധിക്കുന്നത് ഈ ക്ഷേത്രങ്ങളൊക്കെ വെറുതെയാണ്, ഷോ ഓഫാവുക, ഷോ കാണിക്കാനുള്ള ശ്രമമായിട്ട് മാറും. അപ്പോഴാണ് ഇവിടുത്തെ സത്സംഗങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ക്ഷേത്രങ്ങൾ അനിവാര്യമാണ്. നാമം ജപിക്കുന്നത്, സത്സംഗങ്ങൾ കൂടുന്നത്, നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സത്സംഗങ്ങൾ കൂടുന്നത്, അതുപോലെ തന്നെ വിദ്യ പകർന്നു നൽകുന്നത്, പഠിപ്പിക്കുന്നത്, കുട്ടികളെവിടേക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങൾ കൂടെ ക്ഷേത്രങ്ങൾ നടപ്പിലായില്ലെങ്കിൽ. അതുപോലെ ഇപ്പം നമുക്ക് നോക്കുമ്പോഴോ എല്ലാവരും കുറച്ച് ജീവിതത്തിലൊരു പകുതി അല്ലെങ്കിൽ അതിലേക്ക് എത്തിയിട്ടാണ് ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ പരാജയങ്ങൾ തുടങ്ങുമ്പോഴാണ് കൊണ്ട് ജീവിച്ചുകൊണ്ട് തന്നെ ആത്മാവിന് വേണ്ടുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യാൻ സാധിക്കണം. അതിവിടെ ചെയ്യുന്നുണ്ട്. അതിൽ അത്യന്തം സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ഇത്ര പേരേ ഉള്ളൂ. ഇപ്പോൾ ഒരു 10-30 പേര് ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. എനിക്ക് ഇപ്പോൾ 30 പേര് ചെയ്യേണ്ട ധർമ്മം എന്ന് പറയാൻ അടുത്തടുത്തുള്ള ആൾക്കാരെ കൊണ്ടുവരണം, ഇവിടത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ കുട്ടികൾ 24 മണിക്കൂർ പഠിത്തമാണ് ഇപ്പോൾ 24 hours എടുക്കുക. ഞായറാഴ്ച പോലും ചിലപ്പോൾ ഒഴിവിക്കുക. എന്നാലും 1 മണിക്കൂർ ഒരു 10 മിനിറ്റ് നിങ്ങൾ വരുന്ന മക്കളെ ഞാൻ അവിടേക്ക് പോകാം, നീ കൂടെ നമ്മൾ സന്തോഷത്തോടെ വിളിച്ച് കൊണ്ടുവന്ന് ഇതിലേക്കൊരു കണക്ഷൻ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സാധിച്ചില്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ചന്ദനം തൊടുന്നത് നടക്കേടാണ്, കുങ്കുമം തൊടുന്നത് നടക്കേടാണ് എന്നൊക്കെയുള്ള രീതിയിൽ മാറാൻ ഒരു സംശയമില്ല, മാറാൻ എളുപ്പത്തിൽ മാറും. ശ്രദ്ധയിടാനായിട്ട് ആഗ്രഹിക്കും. കാരണം എന്താ പറയുക, നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല നമ്മൾ എന്തിനാണ് ഇപ്പം വിഗ്രഹം വെച്ച് ആരാധിക്കുന്നത്. ബിംബാരാധനയ്ക്ക് 2000 വർഷത്തിന് ഇപ്പുറം ഉണ്ടായ സംഭവമാണ്, അറിയാമോ? ബിംബാരാധനയ്ക്ക് ഇപ്പോൾ 2000-2500 വർഷത്തിനകത്തുള്ളൂ. അതിന് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അറിയാമോ? എങ്ങനെയാണ്? വേദാടിസ്ഥാനത്തിലാണ്. വേദമായിരുന്നു നമ്മുടെ വേദത്തിനെ ഉൾക്കൊള്ളുന്നത്. വേദത്തെ ഉൾക്കൊള്ളുന്നത് നമ്മുടെ പ്രകൃതിയാണ്. വേദത്തിൽ സ്തുതിക്കുന്ന ഒക്കെ പ്രകൃതിയാണ്. പ്രകൃതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരുന്ന നമ്മൾ അത് സാധാരണ ജനങ്ങളിൽ എളുപ്പം എത്താൻ സാധ്യമല്ല എന്ന് കണ്ടിട്ട്
ഉപാധികളോട് ആരാധിക്കാൻ തുടങ്ങിയാണ് ബുദ്ധം. അപ്പോൾ അന്ധവിശ്വാസികളാണെങ്കിൽ നമ്മുടെ മുദ്രകൾ. ഇതേ അന്ധവിശ്വാസിയാണെന്ന് പറയുന്ന ആളുടെ ചെറുമകന് അവൻ്റെ പുറന്നാളിന് കടയിൽ പോയി സുന്ദരമായ ഒരു പാവ വാങ്ങിച്ചു കൊടുക്കാനും പറ്റും. ഉള്ളപ്പോൾ നമ്മൾ നേരെ സമീപിക്കുന്നത് ദൈവത്തിനെയാണ്. ദൈവജ്ഞൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ ഇച്ഛ അറിഞ്ഞ് പറയുന്നതാണ് ദൈവജ്ഞൻ എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് സമീപിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം നിശ്ചയിക്കും. നമുക്ക് ഇന്ന ദിവസം തിരുസന്നിധിയിൽ കൂടിയിട്ട് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കാൻ. അപ്പോൾ ആ ദിവസം വരുമ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെയുള്ള നിമിത്തങ്ങൾ പുറത്തിറക്കിയിട്ടാണ് പറയാറ്. അങ്ങനെ ആ നിമിത്തങ്ങൾ ചേർത്തിട്ടാണ് പറയാറ്. അപ്പോൾ വഴിയിൽ ഉത്സാഹമാർഗ മന്ദിരഗതി ഇങ്ങനെ പ്രശ്നക്രിയാസം അങ്ങനെ പറയുന്നുണ്ട്. അതിനൊരു പ്രമാണം നിയമം. അപ്പോൾ വൃക്ഷാരണ്യത്തിൽ നടന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങി മാർഗത്തിലൂടെ മന്ദിരം എന്ന് പറഞ്ഞാൽ ക്ഷേത്രമാണ് ഇവിടെ. ആ ക്ഷേത്രത്തിൽ എത്തുന്ന വരെയുള്ള നിമിത്തങ്ങളെ പുറത്തിറക്കിയിട്ടും കൂടെയാണ് അദ്ദേഹം പ്രശ്നം. അപ്പോൾ ആ മന്ദിരത്തിലേക്ക് ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകിൽ മണിനാഥം കേൾക്കണം, അല്ലെങ്കിൽ മന്ത്രധ്വനികൾ കേൾക്കണം, അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ നാമജപം കേൾക്കണം. ഇത്തരം നിമിത്തങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലഭിക്കുകയാണെങ്കിൽ അവിടുത്തെ ചൈതന്യ വിശേഷം അതിവിശിഷ്ടമായിട്ടാണെന്ന് പറയും. അപ്പോൾ ഞാനെന്ത് ചെയ്തു, രാവിലെ കുളിച്ച് സന്ധ്യാവനാദികൾ കഴിച്ച് ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നപ്പോൾ ഇതിപ്പോൾ ഒരു ദേവപ്രശ്ന വിഷയമല്ല, എന്നെ സന്തോഷിപ്പിച്ച വിഷയമാണ് എന്നോട് ഷെയർ ചെയ്യാൻ പങ്കുവയ്ക്കുകയാണ്. ഞാനിവിടെ വന്നപ്പോൾ വളരെ സുധിമധുരമായിട്ട് ദേവിയുടെ സ്തോത്രങ്ങൾ കുറച്ച് ആൾക്കാർ അമ്മമാരിരുന്ന് പാരായണം ചെയ്യുന്നതായിട്ടാണ് എൻ്റെ ചെവിയിൽ ആദ്യമായിട്ട് കേൾക്കാൻ സാധിച്ചത്. അപ്പോൾ ആ ദേവിയുടെ വിശിഷ്ടമായ ചൈതന്യം എൻ്റെ ചെവിയിലേക്ക് ആ ശബ്ദമാധുര്യത്തിലൂടെ എത്തിച്ചു. നമുക്ക് എങ്ങനെ ലഭിക്കാം? കുറച്ച് ഇമ്പായിട്ട് ലഭിക്കാം, അരോചകമായിട്ട് ലഭിക്കാം, ചറപറാന്ന് ലഭിക്കാം.